ഒന്നിന് രണ്ട് എന്നുള്ള നിലക്കാണ് ഇറാന്റെ തിരിച്ചടി ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആവശ്യമില്ലാണ്ട് ഇറാനെ പോയി ചൊറിയാനും ഇറാന്റെ ദ്വീപുകൾക്ക് നേരെയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ള അമേരിക്ക, അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ചില പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ടെർമിനൽ 1-നകത്ത് ഡ്രോണ് പോയി വീണിട്ട് മൊത്തത്തിൽ അത് തകർന്നിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ, അതിന്റെ എസ്കലേറ്ററുകളും അതേപോലെ തന്നെ ആൾക്കാർ വന്നിരിക്കുന്ന കുറെ സ്ഥലങ്ങളും ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ ടോട്ടൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, ഇറാനെ വീണ്ടും ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒന്നുമല്ല, ഇറാൻ പുല്ലാണെന്നുള്ള കാഴ്ചപ്പാടിൽ വീണ്ടും ഇറാനെ പോയി ഇങ്ങനെ പ്രകോപിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തിരിച്ചടികൾ വാങ്ങിക്കൂട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളും ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണണ്ടേ. ഇപ്പൊ ഈ ഒരു വാറ് ഇതൊരു ഒരു ഒരു സീസ് ഫയറിലേക്ക് പോയ സമയത്ത് ഉണ്ടായിരുന്ന കുറെ അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറെ വിലയിരുത്തലുകൾ എന്ന് പറയുന്നത്, ഇത് ഒന്നാമത് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അമേരിക്കയുടെ സ്റ്റോക്ക് പൈലുകൾ അത് ഫില്ല് ചെയ്യാനുള്ള സമയമാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു കൂട്ടം ആൾക്കാരെ. അമേരിക്കക്ക് അങ്ങനെ അമേരിക്കയുടെ സ്റ്റോക്ക് പൈലുകൾ ഫില്ല് ചെയ്യാനുള്ള സമയമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ സമയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാനും അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു വാർ, അതായത് രണ്ടാമതും ഈ ഒരു എസ്കലേഷനിലേക്ക് ഇത് തുടങ്ങുന്ന സമയത്തിന് മുന്നേ വന്നിട്ടുള്ള കുറെ അധികം റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ 90% അല്ലെങ്കിൽ 95% ഇറാന്റെ മിസൈലുകൾ ഇറാൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഗുഹാമുഖത്തൊക്കെ പോയിട്ട് അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം കൊണ്ട് അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറി, ഇതെല്ലാം തുറന്ന് ഇവർ വീണ്ടും പൂർണ്ണ സജ്ജരായിട്ടുണ്ട്. ഇറാന്റെ ഈ പറയുന്ന ഡ്രോൺ പ്രൊഡക്ഷൻ ഇറാൻ കൂട്ടിയിട്ടുണ്ട്. ഇറാന്റെ ലോഞ്ചിങ് പാഡുകൾ റെഡിയാണ്. തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്ന ഇറാന്റെ ലോഞ്ചിങ് പാഡുകളെല്ലാം തന്നെ അവർ പുനർനിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളും കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സ്വയരക്ഷാർത്ഥം ഞങ്ങൾ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കല്ല എന്ന ഒരു വ്യാജേനെ ഈ പറയുന്ന അമേരിക്ക പോയി ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിന്റെ റിട്ടാലിയേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ കുവൈത്തിന് കിട്ടിയിരിക്കുന്നത്. കുവൈത്തിന് ഇത് കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള അമേരിക്കയുടെ ബേസ് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇതിലൊരു വ്യക്തത വരേണ്ട കാര്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ അൽ അലി സലേം എയർബേസ്, ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എയർബേസ് എന്ന് പറയുന്നത്. കുവൈത്തിനകത്തുള്ള പ്രധാനപ്പെട്ട എയർബേസ്, ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തെ ഇവർ ഏകോപിപ്പിക്കുന്നതെല്ലാം ഈ എയർബേസ് എന്നാണ്. പിന്നെ പറയുന്നത് ക്യാമ്പ് അർഫിജാൻ എന്ന് പറയുന്ന മറ്റൊരു എയർബേസ്, ഇതാണ് പ്രധാനപ്പെട്ട കരസേനയുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ക്യാമ്പ് ബുഖൈറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള ബേസുകൾ യഥാർത്ഥത്തിൽ കുവൈത്തിൽ ഈ പറയുന്ന അമേരിക്കക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇറാൻ യഥാർത്ഥത്തിൽ ആക്രമിച്ചേക്കുന്നത് കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണ്. അതിനൊരു റീസൺ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകൾക്ക് നേരെ മാത്രമാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എങ്കിൽ അതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കക്ക് തിരിച്ചടി കിട്ടുന്നു, അമേരിക്കയുടെ ബേസുകൾ തകരുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇറാൻ എപ്പോഴും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇറാൻ എപ്പോഴും ചെയ്യുന്നതും തന്നെ ഇതിനെ അസിമെട്രിക് വാർഫെയറിലോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനെ ആക്രമിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്, കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന എയർ ഇന്ത്യയുടെ ഒരു എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും കോഴിക്കോട് നിന്നൊക്കെ പോകാനുണ്ടായിരുന്ന ഈ കേരളത്തിലെ പല എയർപോർട്ടുകളിൽ നിന്നും പോകാനുണ്ടായിരുന്ന ഇൻഡിഗോയുടെ വിമാനങ്ങൾ അടക്കം ഇപ്പൊ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോ അമേരിക്ക ഇറാനെ പോയി ചൊറിയുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നത് അമേരിക്കക്കോ അമേരിക്കയുടെ ബേസുകളിലോ മാത്രമല്ല, അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നത് നമുക്ക് കൂടിയാണെന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ കൂടിയാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇന്ന് കുവൈത്തിലേക്ക് ഇന്ന് വിസ പുതുക്കി ഈ കുവൈത്തിലേക്ക് എത്തേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുകയും ആൾക്ക് അവിടെ എത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. നാളെ ജോലിക്ക് കയറേണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു മനുഷ്യന് നാളെ കുവൈത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എവിടെ ഉണ്ടാവുന്നത്? ഇന്ത്യയിൽ, കേരളത്തിലെ നമ്മുടെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. ആ ഒരു വാർഫെയറിലേക്ക്, ആ ഒരു അസിമെട്രിക്കൽ വാർഫെയറിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേറെ 3 പ്രധാനപ്പെട്ട US ബേസുകൾ കുവൈത്തിൽ ഉണ്ടായിരിക്കെ യഥാർത്ഥത്തിൽ ഇറാൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ആക്രമിക്കുന്നത്. കുവൈത്ത് ഇന്റർനാഷണൽ
എയർപോർട്ടിനെ ആക്രമിക്കുന്നത്, ടെർമിനൽ 1 ആക്രമിച്ചത്. ടെർമിനൽ 1 ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയർപോർട്ട് ഇനി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അല്ലാതെ വേറെ ഏത് വിമാന കമ്പനികൾ ധൈര്യപൂർവ്വം ഈ പറയുന്ന കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു യാത്ര നടത്തും? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൂട്ട് അവർ സെറ്റ് ചെയ്യോ? ഇല്ല, അത് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒരിക്കലും അവരുടെ ഒരു പ്രോപ്പർട്ടി ലോസ് ആവുന്ന രീതിയിലേക്ക് ഈ പറയുന്ന വിമാന കമ്പനികൾ ഒരു നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പൊ ആ റേഞ്ചിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരടി ഇവിടെ കിട്ടുമ്പോൾ അതിനെ 2, 3, 4 മടങ്ങ് ഇമ്പാക്ട് ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള അടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണണ്ടേ. അപ്പോ സേഫ് ആയിട്ടിരിക്കുക, മലയാളികൾ യഥാർത്ഥത്തിൽ സേഫ് ആയിട്ടിരിക്കുക. ഇത് ഈ എയർപോർട്ടിൽ ാണിത് സംഭവിക്കുന്നത് എന്നുള്ളത് പറയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള കുറെ അറ്റാക്കിനകത്ത് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വിടുന്ന മിസൈലുകളുടെയും ഡ്രോണിന്റെയും അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ട് വരെ അതിനെ ആകാശത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ വന്ന് വീഴുന്നത് വരെ യഥാർത്ഥത്തിൽ പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗ്ലോബൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത ട്രംപിന്റെ അമേരിക്കയുടെ മണ്ടത്തരം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലും ഈ പറയുന്ന ഏരിയകളിലൊക്കെ ഇതിന്റെ ഇമ്പാക്ട് പ്രകടമായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ പെട്രോൾ ഡീസലിന്റെ വില കൂടുന്ന രീതിയിലേക്ക് ഇനിയും കാര്യങ്ങൾ പോകും. ഹോർമുസ് ഓൾറെഡി അടഞ്ഞു കിടക്കുകയാണ്. ഇതിന് ബാബുൽ മന്ദിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ ഇറാനെ പോയി ചൊറിയുന്ന സമയത്ത് ഒരൊറ്റ മാന്തൽ കൊടുക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് പല ലെയേഴ്സിൽ ഇമ്പാക്ട് ഉണ്ടാവുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ തിരിച്ചടികൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണേണ്ടതെന്നുള്ളതാണ്. ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എങ്ങനെ നമ്മുടെ നാടിനെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മാറി വരികയാണ്. അത് മാത്രമല്ല, US-ന്റെ 5ാം കപ്പൽ പടയെ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു അവകാശവാദം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് പക്ഷേ അമേരിക്ക തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് അതിൽ കൂടുതൽ നാണക്കേടിനി സംഭവിക്കാനില്ല എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്.